പൊന്നാനി മാതൃശിശു ആശുപത്രി മലപ്പുറം ജില്ലയിലെ ആരോഗ്യ വികസനത്തിലെ നാഴികക്കല്ല്. 2018 ഡിസംബർ 30 ഒരു പുതുവത്സര സമ്മാനമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ മണ്ഡലമായ പൊന്നാനിക്ക് ഈ ആശുപത്രി സമർപ്പിച്ചത്. അത് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഹൈടെക് ആശുപത്രിയായിട്ട് മാറിയിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രി ഏത് അന്താരാഷ്ട്ര നിലവാരമുള്ള ആശുപത്രികളോടും കിടപിടിക്കുന്ന നിലയിലുള്ള സംവിധാനങ്ങളും വൃത്തിയും നടത്തിപ്പും കൊണ്ടുവന്ന് ശ്രദ്ധേയമാവുകയും അതിന് സംസ്ഥാനത്തെ ഏറ്റവും നല്ല ആശുപത്രിക്കുള്ള ആയുഷ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. പാലക്കാട്, തൃശൂർ ജില്ലകളിലുള്ള രോഗികൾക്കും ഇത് ആശ്വാസ കേന്ദ്രമാണ്. പ്രതിമാസം 25,000 രോഗികൾ ഇവിടെ OPയിലെത്തുന്നു. മാസത്തിൽ 350-ലധികം പ്രസവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ശരിക്കും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. അവിടുത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കൂടുതലും സ്റ്റാഫുകൾ, നഴ്സുമാരായിക്കോട്ടെ അല്ലെങ്കിൽ ഡോക്ടറായിക്കോട്ടെ കൂടുതലും നല്ലതായിട്ട് തോന്നിയത് നമ്മുടെ ഈ ഹോസ്പിറ്റൽ തന്നെയാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 23 കോടി രൂപ ചെലവഴിച്ചാണ് ജില്ലയിലെ ആദ്യത്തെ മാതൃശിശു ആശുപത്രി സജ്ജമാക്കിയിരിക്കുന്നത്. ആശുപത്രി കോമ്പൗണ്ടിൽ ബ്ലഡ് ബാങ്ക് സജ്ജമാക്കാൻ 1.22 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ച് പേവാർഡും കൂട്ടിരിപ്പുകാർക്കുള്ള വിശ്രമ മന്ദിരവും ഒരുക്കുന്നുണ്ട്. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും വീട്ടിലേക്ക് സൗജന്യ യാത്രയൊരുക്കുന്ന മാതൃയാനം പദ്ധതിയും ഫലപ്രദമായി നടപ്പാക്കുന്നു. പ്രസവിക്കാനെത്തുന്ന സ്ത്രീകളെ, അമ്മമാരെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനും പ്രസവം കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞിനെയും വീട്ടിൽ കൊണ്ടുപോയി ആക്കാനും സൗജന്യമായിട്ടുള്ള സംവിധാനം ഉൾപ്പെടുന്ന മാതൃയാനം പദ്ധതി വരെയുള്ള പദ്ധതികളിലൂടെ തീരദേശത്താകമാനമുള്ള പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും വലിയൊരു ആശ്വാസ കേന്ദ്രമായിട്ടുണ്ട്. കാരുണ്യ ഫാർമസി ഉണ്ട്, എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളുണ്ട്, 150ഓളം കിടക്കകളുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുള്ള ഏത് സ്വകാര്യ ആശുപത്രിയോടും കിടപിടിക്കുന്ന ഒരു വലിയ ആശുപത്രിയുടെ സ്ഥാപനം ഈ തീരദേശത്താകെ വലിയ മാറ്റം സഹായകരമായിട്ടുണ്ട്. 1 മണി സമയത്താണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആ ടൈമിൽ വണ്ടി വരുന്നൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര സംശയമായിരുന്നു, വരുമോ വരില്ലേ എന്നൊക്കെ. കാരണം അത്രയും ആ ടൈമിലൊക്കെ വരില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആ ടൈമിലും കോൾ എടുത്തിട്ട് ഒരു സാറ് പറഞ്ഞു, ഞാൻ ഡ്രൈവറെ വിളിക്കാം, വരാമെന്ന് പറഞ്ഞു. ആ സമയത്തും വരാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അതിശയമായി പോയി. നവകേരളത്തിലേക്ക് കരുത്തോടെ 100 ദിവസങ്ങൾ, 100 പദ്ധതികൾ.